Dear students, Namaskaram. Prithivyam Trini Ratnani. This lesson is very much important. You can expect sloga-based questions from this lesson. Prithivyam Trini Ratnani Jalamannam Subhashidam Mudaihi Pashana Gandeshu Ratnasapna Vidiyate. First sloga. There are three jewels on earth: water, food, and good advice. Foolish people consider the pieces of stones as jewels. ഇതാണ് അതിൻ്റെ മീനിങ്. ഇതൊന്ന് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ വരാം? പൃഥിവ്യാം കതി രത്നാനി സന്ധി. ആൻസർ ത്രീണി. പൃഥിവ്യാം ത്രീണി രത്നാനി കാനി. ആൻസർ ജലം, അന്നം, സുഭാഷിതം. കൈഹി പാഷാണഖണ്ഡേഷു രത്നസപ്ന വിധീയതേ. ആൻസർ മൂഢൈഹി. മൂഢൈഹി കേഷു രത്നസപ്ന വിധീയതേ. ആൻസർ പാഷാണഖണ്ഡേഷു. മൂഢൈഹി പാഷാണഖണ്ഡേഷു കാ വിധീയതേ. രത്നസപ്ന is the answer. Okay, these all are questions can be asked from this slogan. Then grammar questions. ഭൂമൗ ഇതി അർത്ഥേ കിം പദം പ്രയുക്തം. ഭൂമൗ ഭൂമിയിൽ എന്ന അർത്ഥത്തിൽ ഏത് പദം പ്രയോഗിച്ചിരിക്കുന്നു? ആൻസർ പൃഥിവ്യാം. സലിലം ഇതി അർത്ഥേ കിം പദം പ്രയുക്തം. സലിലം മീൻസ് വാരി, വാട്ടർ. സലിലം വാരി, അപ്പ്, നീരഹ, ഇതെല്ലാം ജലം എന്നതിൻ്റെ പര്യായമാണ്. അപ്പോൾ അതിൽ ഏത് വേർഡ് വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ വാരി ഇതി അർത്ഥേ കിം പദം പ്രയുക്തം. ആൻസർ ജലം. ശോഭനം ഭാഷിതം ഇതി അർത്ഥേ കിം പദം പ്രയുക്തം. സുഭാഷിതം. മൂർഖൈഹി, മൂർഖൈഹി മീൻസ് ബൈ ഫൂളിഷ് പീപ്പിൾ. മൂർഖൈഹി ഇതി അർത്ഥേ കിം പദം പ്രയുക്തം. മൂഢൈഹി. പ്രസ്തരഖണ്ഡേഷു ഇതി അർത്ഥേ കിം പദം പ്രയുക്തം. പാഷാണഖണ്ഡേഷു. നാമ ഇതി അർത്ഥേ കിം പദം പ്രയുക്തം. സംജ്ഞ. ക്രിയതേ ഇതി അർത്ഥേ കിം പദം പ്രയുക്തം. വിധീയതേ. ഓക്കെ, ദീസ് ആൾ ആർ ക്വസ്റ്റ്യൻസ് യു ക്യാൻ എക്സ്പെക്റ്റ് ആസ് ഗ്രാമർ. ദെൻ ത്രീണി രത്നാനി അത്ര വിശേഷണപദം കിം. ത്രീണി. ത്രീണി രത്നാനി അത്ര വിശേഷ്യപദം കിം. രത്നാനി. ഓക്കെ, യെസ്. So very important sloga. So study well. This you can expect for the examination. Next one. Ayam nijaha parovedi ganana lagu chedasam udara charidanam tu vasudaiva kudumbagam. This is mine, that is his. ഇത് എൻ്റേത്, അത് അവൻ്റേത്. ഈ കൺസിഡറേഷൻ ആരുടെയാണ്? ലഘുചേതസാം, ഇടുങ്ങിയ ചിന്താഗതിയുള്ളവരുടേതാകുന്നു. ഉദാരചരിതാനാം, ബ്രോഡ് മൈൻഡഡ് പീപ്പിൾ, വിശാല മനസ്കരായ ആൾക്കാർക്ക്. വസുദൈവ കുടുംബകം, ഭൂമി മുഴുവൻ ഫാമിലിയാണ്. ഓക്കെ, അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഏതൊക്കെ ക്വസ്റ്റ്യൻ വരാം? അയം നിജഹ പരോവേദി കേഷാം ഗണന അസ്തി. ആൻസർ ലഘുചേതസാം. ഉദാരചരിതാനാം ഭാവഃ കഃ. ഉദാരചരിതാനാം ഭാവഃ വസുദൈവ കുടുംബകം. കാ കുടുംബകം അസ്തി. വസുധാ കുടുംബകം അസ്തി. വസുധാ കിം അസ്തി. വസുധാ കുടുംബകം അസ്തി. കേഷാം വസുധാ കുടുംബകം അസ്തി. ഉദാരചരിതാനാം വസുധാ കുടുംബകം അസ്തി. ഇത്രയും ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാം. ഇനി ഗ്രാമർ. ചിന്തനം ഇതി അർത്ഥേ കിം പദം പ്രയുക്തം. വസുധ. ചിന്തനം ഇതി അർത്ഥേ കിം പദം പ്രയുക്തം. ആൻസർ ഗണന. ഭൂമിഃ ഇതി അർത്ഥേ കിം പദം പ്രയുക്തം. വസുധ. പരിവാരഃ ഇതി അർത്ഥേ കിം പദം പ്രയുക്തം. കുടുംബകം. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ഇതൊന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, നെക്സ്റ്റ് ശ്ലോക. ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണി ന മനോരഥൈഹി നഹി സുപ്തസ്യ സിംഹസ്യ പ്രവിശന്തി മുഖേ മൃഗാഃ. ദിസ് ആൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് ശ്ലോകം. ഉദ്യമേന കാനി സിദ്ധ്യന്തി. ആൻസർ കാര്യാണി. കൈഹി കാര്യാണി ന സിദ്ധ്യന്തി. ആൻസർ മനോരഥൈഹി. കസ്യ മുഖേ മൃഗാഃ ന പ്രവിശന്തി. സുപ്തസ്യ സിംഹസ്യ is the answer. സുപ്തസ്യ സിംഹസ്യ മുഖേ കേ ന പ്രവിശന്തി. ആൻസർ മൃഗാഃ.
ഓക്കെ, കാര്യങ്ങൾ ഉദ്യമം ഹാർഡ് വർക്ക് കൊണ്ടാണ് കിട്ടുന്നത്. വെറുതെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല. ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിൻ്റെ വായിൽ മൃഗങ്ങൾ സ്വയം പ്രവേശിക്കുന്നില്ല എന്നാണ്. ഓക്കെ, അതാണ്. ഇതിനകത്ത് ഗ്രാമർ ഇത് വരും. നിർഗച്ഛന്തി ഇത്യസ്യ കിം വിലോമപദം ശ്ലോകേ പ്രയുക്തം. നിർഗച്ഛന്തി എന്ന് പറഞ്ഞാൽ ഗോയിങ് ഔട്ട്. ഗോയിങ് ഔട്ട് എന്നതിൻ്റെ ഏത് ഓപ്പോസിറ്റ് വേർഡാണ് ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്? ആൻസർ പ്രവിശന്തി. വദനെ ഇതി അർത്ഥേ കിം പദം പ്രയുക്തം? മുഖേ. ഓക്കെ, മൃഗരാജസ്യ ഇതി അർത്ഥേ കിം പദം പ്രയുക്തം? സിംഹസ്യ. സിംഹ എന്നതിൻ്റെ പര്യായവാചിയാണ് കേസരി മൃഗരാജ. ഓക്കെ, അപ്പോൾ മൃഗരാജ എന്ന അർത്ഥത്തിൽ ഏത് പദം ഉണ്ട് എന്ന് ചോദിച്ചാൽ ആൻസർ സിംഹ. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ഉദ്യമേന പരിശ്രമേണ ഇതി അർത്ഥേ കിം പദം പ്രയുക്തം? ഉദ്യമേന. ഓക്കെ, അത്രയും ക്വസ്റ്റ്യൻസ് ഇന്ന് വരാം. അടുത്തത് അഭിവാദനശീലസ്യ നിത്യം വൃദ്ധോപസേവിനഃ ചത്വാരി തസ്യ വർദ്ധന്തെ ആയുർവിദ്യ യശോബലം. അഭിവാദനം ശീലമായിട്ടുള്ളവൻ, അഭിവാദനം എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് ചെയ്യുക, മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക, അത് ശീലമായിട്ടുള്ളവനും നിത്യവും വൃദ്ധന്മാരെ സേവിക്കുന്നവനുമായ ആൾക്ക് 4 കാര്യങ്ങൾ വർദ്ധിക്കും. ആയുസ്, വിദ്യ, യശഃ, ബലം. ആയുസ് ലൈഫ് സ്പാൻ, വിദ്യ നോളജ്, യശഃ ഫെയിം, ബലം പവർ. ഇത് 4 വർദ്ധിക്കും. അപ്പോൾ ഇതിന്ന് ചോദിക്കാവുന്ന ചോദ്യം കസ്യ ചത്വാരി വർദ്ധന്തെ? അഭിവാദനശീലസ്യ നിത്യം വൃദ്ധോപസേവിനഃ ഇസ് ദ ആൻസർ. അഭിവാദനശീലസ്യ നിത്യം വൃദ്ധോപസേവിനഃ കാനി ചത്വാരി വർദ്ധന്തെ? ഏതൊക്കെ 4 വർദ്ധിക്കുന്നത്? ആൻസർ ആയുഹു, വിദ്യ, യശഃ, ബലം. ഓക്കെ, ഇത്രയും മാത്രമേ ഇതിന്ന് ഈ 2 ക്വസ്റ്റ്യനാണ് ഇതിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ, യെസ്. ഇതിൽ ഗ്രാമറും കാര്യമായിട്ടൊന്നും വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഈ ശ്ലോകം ശ്ലോക ബേസ്ഡ് ക്വസ്റ്റ്യൻസിന് ചോദിക്കാൻ സാധ്യതയില്ല. എങ്കിലും മനസ്സിലാക്കുക, ശ്ലോകത്തിൻ്റെ മീനിങ് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ശ്ലോകവും ഉദ്യമ, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമ, ഷഡേത് എത്ര വർത്തന്തെ തത്ര ദേവ സഹായകൃത്. ഉദ്യമ ഹാർഡ് വർക്ക്, സാഹസം അഡ്വഞ്ചർ, ധൈര്യം കരേജ്, ബുദ്ധി ഇൻ്റലക്റ്റ്, ശക്തി പവർ, പരാക്രമ വാലർ. ഈ 6 എവിടെയുണ്ടോ അവിടെ ദൈവം നമ്മുടെ സഹായത്തിന് ഉണ്ടായിരിക്കും എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതൊന്നും കാര്യമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയില്ല. നെക്സ്റ്റ് ശ്ലോക വിദ്യാ ദദാതി വിനയം വിനയാത് യാതി പാത്രതാം പാത്രത്വ ധനമാപ്നോതി ധനാത് ധർമ്മ തദസുഖം. ശ്ലോകം, ഈ ശ്ലോകത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. വിദ്യ വിനയം തരുന്നു, വിനയത്തിൽ നിന്ന് പാത്രത, പാത്രത ആണ് ഗുഡ് പൊസിഷൻ, നല്ല പൊസിഷൻ കിട്ടുന്നു. ഗുഡ് പൊസിഷൻ കിട്ടിയാൽ അതിൽ നിന്ന് ധനമുണ്ടാകുന്നു, ധനത്തിൽ നിന്ന് ധർമ്മമുണ്ടാകുന്നു, ധർമ്മത്തിൽ നിന്ന് സുഖം കിട്ടുന്നു. അതാണ്. അപ്പോൾ വിദ്യ കിം ദദാതി? ആൻസർ വിനയം. വിനയാത് കാം യാതി? ആൻസർ പാത്രതാം. പാത്രത്വാത് കിം ആപ്നോതി? ആൻസർ ധനം. ധനാത് കിം ആപ്നോതി? ആൻസർ ധർമ്മം. ഓക്കെ, ഇത്രയും ചോദ്യമാണ് ഇതെന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇവിടെ വിദ്യ വിനയം ദദാതി, അത്ര ക്രിയാപദം കിം? ദദാതി. വിനയാത് പാത്രതാം യാതി, അത്ര ക്രിയാപദം കിം? യാതി. പാത്രത്താത് ധനം ആപ്നോതി, അത്ര ക്രിയാപദം കിം? ആപ്നോതി. ഓക്കെ, യെസ്. പ്രാപ്നോതി ഇതി അർത്ഥേ കിം പദം പ്രയുക്തം? ഗ്രാമർ ക്വസ്റ്റ്യൻ ചോദിക്കാം. പ്രാപ്നോതി കിട്ടുന്നു എന്നർത്ഥത്തിൽ ഏത് പദം പ്രയോഗിച്ചിരിക്കുന്നു? ആപ്നോതി. ഓക്കെ, യച്ഛതി ഇതി അർത്ഥേ കിം പദം പ്രയുക്തം? യച്ഛതി എന്ന് പറഞ്ഞാൽ തരുന്നു. ആൻസർ ദദാതി. ഓക്കെ, യെസ്. ഗച്ഛതി ഇതി അർത്ഥേ കിം പദം പ്രയുക്തം? ഗച്ഛതി. യാതി. യാതി ഗച്ഛതി. ഓക്കെ, യെസ്. ഇത്തരം ക്വസ്റ്റ്യൻസാണ് ഇതെന്ന് വരാൻ സാധ്യതയുള്ളൂ. അടുത്ത ശ്ലോകം അഭിസ്വർണമയി ലങ്ക നമേ ലക്ഷ്മണ രോചതേ ജനനി ജന്മഭൂമിസ്ഥ സ്വർഗാദഭിഗരീയസി. ഈവൻ ഇഫ് ലങ്ക ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ്, സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ് ലങ്ക എങ്കിൽ പോലും എനിക്കത് ഇഷ്ടമാകുന്നില്ല. മദർ ആൻഡ് മദർലാൻഡ് ആർ ഗ്രേറ്റർ ദാൻ ഹെവൻ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ആരോട് പറയുന്നു എന്ന് ചോദിക്കാം. ശ്രീരാമ ലക്ഷ്മണം പ്രതി കഥയതി. കീദൃശി ലങ്ക മേ ന രോചതേ? ആൻസർ സ്വർണമയി ലങ്ക.
കെ സ്വർഗാദപി ഗരീയസി ജനനി ജന്മഭൂമി ച സ്വർഗാദപി ഗരീയസി. ജനനി ജന്മഭൂമി ച കസ്മാത് ഗരീയസി സ്വർഗാത് ഗരീയസി. ഓക്കെ, ഇത്തരം ക്വസ്റ്റ്യൻസ് എന്ന് വരാം. സ്വർണമയി ലങ്ക അത്ര വിശേഷണപദം കിം? സ്വർണമയി വിശേഷണപദം. സ്വർണമയി ലങ്ക അത്ര വിശേഷ്യപദം കിം? ആൻസർ ലങ്ക. യെസ്, ഓക്കെ, ദാറ്റ് മച്ച് ഓൺലി. അടുത്തത് പുസ്തകസ്ഥാതു യാ വിദ്യ പരഹസ്തഗതന്ധനം കാര്യകാലേ സമുത്പന്നേ നസാ വിദ്യ നതദ്ധനം. പുസ്തകത്തിലുള്ള അറിവും മറ്റുള്ളവൻ്റെ കയ്യിലുള്ള പണവും കാര്യകാലം വരുമ്പോൾ, ആവശ്യം വരുമ്പോൾ വിദ്യയുമല്ല പണവുമല്ല. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. കാര്യകാലേ സമുത്പന്നേ കാ വിദ്യ നാസ്തി. കാര്യകാലേ സമുത്പന്നേ കാ വിദ്യ നാസ്തി പുസ്തകസ്ഥാ വിദ്യ വിദ്യാ നാസ്തി. കാര്യകാലേ സമുത്പന്നേ കിം ധനം നാസ്തി പരഹസ്തഗതം ധനം ധനം നാസ്തി. ദാറ്റ് ഈസ് ആൻസർ. ഓക്കെ, that much only. So this sloka also you need not expect this sloka for the examination. ഇതൊന്നും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനില്ലാത്തൊരു ശ്ലോകമാണ്. അപ്പോൾ ഇതും വരാൻ സാധ്യത കുറവാണ്. ഈ രണ്ട് ചോദ്യങ്ങൾ മാത്രമേ ഇതെന്ന് വരുള്ളൂ. കാര്യകാലേ സമുത്പന്നേ കാ വിദ്യ നാസ്തി, ആൻസർ പുസ്തകസ്ഥ വിദ്യ വിദ്യ നാസ്തി. കാര്യകാലേ സമുത്പന്നേ കിം ധനം നാസ്തി പരഹസ്തഗതം ധനം ധനം നാസ്തി. ഓക്കെ, that much only. Okay, yes. Okay, that is a very important lesson. Okay, you study that. And next one, ആലസ്യം ഹി മനുഷ്യാണാം ശരീരസ്ഥോ മഹാൻ റിപുഹു. ഇതെന്ന് അനുച്ഛേദ ആധാരിത പ്രശ്നാൻ ലിഖത. പ്രശ്നാനാം ഉത്തരാണി ലിഖത. അനുച്ഛേദാധാരിത പ്രശ്നാനാം ഉത്തരാണി ലിഖത മീൻസ് റീഡ് ദ പാരഗ്രാഫ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യന് വേണ്ടി ഇതിൽ നിന്ന് പാരഗ്രാഫ് എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം? ഏകസ്മിൻ വിശാലേ ഗ്രാമേ കഹ ആസീദ്. അല്ലെ, പേജ് നമ്പർ 130. ഏകസ്മിൻ വിശാലേ ഗ്രാമേ കഹ ആസീദ്, ആൻസർ ഭിക്ഷുകഃ. വിശാലമായ ഗ്രാമത്തിൽ ആരാണ് ഉണ്ടായിരുന്നത്? ഭിക്ഷുകഃ, ബെഗ്ഗാർ. ഭിക്ഷുകഃ കീദൃശഃ ആസീദ്. ഈ ഭിക്ഷക്കാരൻ ഏത് തരത്തിലായിരുന്നു? ഭിക്ഷുകഃ ഉന്നതഃ ദൃഢകായഃ. സഹ കിം കരോതി സ്മ. അവൻ എന്താണ് ചെയ്തിരുന്നത്? സഹ ഭിക്ഷാടനം കരോതി സ്മ. സഹ കിം കഥയതി സ്മ. അവൻ എന്താണ് പറഞ്ഞിരുന്നത്? ആരോട്? മാർഗേ യഹ കോപി മിളതി തം സഹ കിം കഥയതി. വഴിയിൽ ആരാണ് വരുന്നത് അയാളോട് അവൻ എന്താണ് സംസാരിച്ചിരുന്നത്? മാർഗേ യഹ കോപി മിളതി സഹ കഥയതി കൃപയാ ഭിക്ഷാം യച്ചതു ദരിദ്രായ ദാനം കരോതു പുണ്യം പ്രാപ്നോതു ഇതി. അത് ഇൻവെർട്ടർ കോമിൽ എഴുതണം. ആ പറഞ്ഞത് അതുപോലെ ഇൻവെർട്ടർ കോമിൽ എഴുതണം. ഇത് ഏകവാക്യേന ഉത്തരത എന്ന ക്വസ്റ്റ്യനിൽ വരാം. ആൻസർ ഇൻ 1 സെൻറ്റൻസ്. കേചന ജനാഹ തസ്മൈ കിം യച്ഛന്തി. ആൻസർ ധനം. ഏകദ തേന മാർഗേണ കഹ ആഗച്ഛതി. ഒരിക്കൽ ആ വഴിയിലൂടെ ആരാണ് വന്നത്? ആൻസർ ധനികഃ. ഭിക്ഷുകഃ മനസ്സി കിം ചിന്തയതി. അത് ആൻസർ ഇൻ 1 സെൻറ്റൻസിൽ വരാം. ഏകവാക്യേന ഉത്തരത എന്ന ക്വസ്റ്റ്യനിൽ ഈ ക്വസ്റ്റ്യൻ വരാം. ഭിക്ഷുകഃ മനസ്സി കിം ചിന്തയതി. ഭിക്ഷുകഃ മനസ്സി ചിന്തയതി ഇൻവെർട്ടർ കോമ അഹോ മമ ഭാഗ്യം അദ്യ അഹം പ്രഭൂതം ധനം പ്രാപ്നോമി ഇതി. ഭിക്ഷുകഃ ധനികം കിം വദതി. ഭിക്ഷുകഃ ധനികം വദതി ആര്യ അഹം അതീവ ദരിദ്രഃ അസ്മി കൃപയാ ദാനം കരോതു